ഹായ് എവരിബഡി. നമുക്കിന്ന് പോളറൈസേഷൻ ഡിസ്കസ് ചെയ്യാം. തേർഡ് യൂണിറ്റ് നമ്മൾ എടുത്തിട്ടുള്ളത് പോളറൈസേഷൻ ഓഫ് ലൈറ്റ്. പോളറൈസേഷൻ ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ സാധാരണ നാച്ചുറൽ ലൈറ്റ് എന്ന് പറയുന്നത് ഇതാണ് നാച്ചുറൽ ലൈറ്റിൻ്റെ സിമ്പിൾ. എല്ലാ ഡയറക്ഷനിലും വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ലൈറ്റ് എന്ന് പറയുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആണ്. അപ്പോൾ ഇലക്ട്രിക് ഇതുണ്ട്, മാഗ്നറ്റിക് പാർട്ടുണ്ടാവും. അത് എല്ലാ ഡയറക്ഷനിലും വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ അതാണ് സാധാരണ ലൈറ്റ്. ആ ലൈറ്റൊക്കെ അൺപോളറൈസ്ഡ് ആണ്. എല്ലാ ലൈറ്റും നാച്ചുറൽ ലൈറ്റും അൺപോളറൈസ്ഡ് ആണ്. അതായത് നമ്മൾ സാധാരണ ലൈറ്റ് നമ്മൾ എല്ലാ ഡയറക്ഷനിലും വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ പക്ഷേ ഈ പോളറൈസ്ഡ് ലൈറ്റ് എന്ന് പറയുന്നത്, അതായത് ഈ അൺപോളറൈസ്ഡ് ലൈറ്റിനെ പോളറൈസ് ചെയ്യാണ്. പോളറൈസ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ പ്ലെയിനിൽ മാത്രമേ വൈബ്രേറ്റ് ചെയ്യുള്ളൂ. അതിൻ്റെ സിമ്പിളാണ് ഇത്. കണ്ടോ, ഒരു പെർട്ടിക്കുലർ പ്ലെയിനിൽ മാത്രമേ വൈബ്രേറ്റ് ചെയ്തുള്ളൂ. നോക്ക്, നാച്ചുറൽ ലൈറ്റ് നോക്ക്, അൺപോളറൈസ്ഡ് ആണ്, എല്ലാ ഡയറക്ഷനിലും വൈബ്രേറ്റ് ചെയ്യുന്നു. ഇവിടെ ഇതും ഒരു പോളറൈസ്ഡ് ലൈറ്റിൻ്റെ സിമ്പിളാണ്. ഒരു ഡോട്ട് എന്തിനാണ് ഡോട്ട് ഈ ഒരു ഡയറക്ഷനിൽ വൈബ്രേറ്റ് ചെയ്യുകയാണ്, 3 ഡയമെൻഷനിൽ ഇങ്ങനെ. ഇത് ഈ ഡയറക്ഷനിൽ. അപ്പോൾ ഇത് രണ്ടും പോളറൈസ്ഡ് ലൈറ്റാണ്, ഇത് അൺപോളറൈസ്ഡ് ലൈറ്റാണ്. നമ്മളെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ പോളറൈസ്ഡ് ലൈറ്റ് ഇത് രണ്ടും നാച്ചുറലി പ്രൊഡ്യൂസ് ചെയ്യില്ല. ഒരു ക്രിസ്റ്റലോ അല്ലെങ്കിൽ റിഫ്ലക്ഷനോ അതിൽ ചില മെത്തേഡ്സോട് കൂടിയാണ് ഈ അൺപോളറൈസ്ഡ് ലൈറ്റ് പോളറൈസ്ഡ് ആണ്. അപ്പോൾ എല്ലാ നാച്ചുറൽ ലൈറ്റും അൺപോളറൈസ്ഡ് ആണ്. നമ്മൾ പ്രകൃതിയിൽ കാണുന്ന എല്ലാ ലൈറ്റും അൺപോളറൈസ്ഡ് ആണ്. അത് പിന്നെ പോളറൈസ്ഡ് ലൈറ്റാക്കി മാറ്റുകയാണ്. അങ്ങനെ പോളറൈസ്ഡ് ലൈറ്റാക്കി മാറ്റുന്ന ക്രിസ്റ്റൽസിനെയാണ് പോളറൈസർ എന്ന് പറയുന്നത്. കാൽസൈറ്റ് ക്രിസ്റ്റൽസ് ഒക്കെ അങ്ങനെ തന്നെ. അപ്പോൾ ഒരു പോളറൈസർ, ഒരു സാധാരണ അൺപോളറൈസ്ഡ് ലൈറ്റ് ഒരു ക്രിസ്റ്റൽ കൂടെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതെന്തായി, പോളറൈസ്ഡ് ലൈറ്റായി. ആ പ്രോസസ്സിനെയാണ് പോളറൈസേഷൻ എന്ന് പറയുന്നത്. അൺപോളറൈസ്ഡ് ലൈറ്റിനെ പോളറൈസ്ഡ് ലൈറ്റ് ആകുന്ന പ്രോസസ്സിനെയാണ് പോളറൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് പോളറൈസ്ഡ് ലൈറ്റ്, ഇത് അൺപോളറൈസ്ഡ് ലൈറ്റ്. അത് 2-3 മെത്തേഡ്സ് ഉണ്ട്. പിന്നെ 2-3 ടൈപ്പ് ഓഫ് പോളറൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 2-3 പ്രൊഡക്ഷൻ ഓഫ് റിഫ്ലക്ഷൻ മൂലം പോളറൈസേഷൻ നടക്കും, ചിലപ്പോൾ റിഫ്രാക്ഷൻ മൂലം പോളറൈസേഷൻ നടക്കും, സ്കാറ്ററിങ് മൂലം നടക്കും. അതൊന്നും നമുക്ക് അതില്ല. ഡബിൾ റിഫ്രാക്ഷൻ മൂലം നടക്കും. പല ഡിഫറെൻറ്റ് ടൈപ്സിൽ പോളറൈസേഷൻ നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റും. പിന്നെ പല ടൈപ്പ് ഓഫ് പോളറൈസേഷൻ ഉണ്ട്. ടൈപ്പ് ഓഫ് പോളറൈസേഷൻ എന്ന് പറയുന്നത് പ്ലെയിൻ പോളറൈസേഷൻ, ഒരു പെർട്ടിക്കുലർ പ്ലെയിനിൽ മാത്രം പോളറൈസേഷൻ ഉണ്ട്. അത് ഇനി അവസാനം വരും. പ്ലെയിൻ പോളറൈസേഷൻ എന്ന് പറയും. പിന്നെ എലിപ്റ്റിക്കൽ പോളറൈസേഷൻ, എലിപ്റ്റിക്കലി പോളറൈസ്ഡ് ആയിട്ടുള്ള ലൈറ്റ്. പിന്നെ ഉള്ളത് സർക്കുലർ പോളറൈസേഷൻ. അപ്പോൾ 3 ടൈപ്പ് ഓഫ് പോളറൈസേഷൻ ആണ്. ഒന്ന് പ്ലെയിൻ പോളറൈസേഷൻ, ഒന്ന് എലിപ്റ്റിക്കൽ പോളറൈസേഷൻ, ഒന്ന് സർക്കുലർ പോളറൈസേഷൻ. പിന്നെ ഡിഫറെൻറ്റ് മെത്തേഡ്സിൽ പോളറൈസേഷൻ ചെയ്യാൻ പറ്റും. റിഫ്ലാക്ഷൻ കാരണം പറ്റും, റിഫ്രാക്ഷൻ കാരണം പറ്റും, സ്കാറ്ററിങ് കാരണം പറ്റും, ഡബിൾ റിഫ്രാക്ഷൻ എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്, അത് കാരണം. പിന്നെ പല രീതിയിൽ നമുക്ക് അൺപോളറൈസ്ഡ് ലൈറ്റിനെ പോളറൈസ്ഡ് ലൈറ്റ് ആക്കാൻ പറ്റും. അപ്പോൾ ഇത് നമ്മൾ +2 പ്രീവിയസ് ക്ലാസ്സസ് എവിടെയും പണ്ടൊക്കെ പഠിച്ച പോലെ തോന്നുന്നുണ്ട് ഈ പോളറൈസേഷൻ. അതായത് അൺപോളറൈസ്ഡ് ലൈറ്റിനെ പോളറൈസ് ആക്കുന്ന പരിപാടിയാണ് പോളറൈസേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് +2 പഠിച്ചതാണ്. പിന്നെ വരുന്ന അത് 2 മാർക്ക് ക്വസ്റ്റ്യൻ, ഇപ്പോൾ എടുത്തതൊക്കെ 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ വരുന്ന അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് ബ്രൂസ്റ്റേഴ്സ് ലോ എന്ന് പറഞ്ഞൊരു സാധനം. അത് ബ്രൂസ്റ്റേഴ്സ് ലോ എന്ന് പറഞ്ഞാൽ ഇതാണ്, ഈ 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. എന്താ പറയണമെന്ന് വെച്ചാൽ ബ്രൂസ്റ്റർ എന്ന് പറഞ്ഞാൽ ഈ കുറേ പോളറൈസേഷൻ ഇങ്ങനെ എക്സ്പെരിമെൻ്റലി ചെയ്ത ആളാണ്. ബൈ ദ മെത്തേഡ് ഓഫ് റിഫ്ലക്ഷൻ. അതായത് ഒരു അൺപോളറൈസ്ഡ് ലൈറ്റ് വിടും, ഒരു പെർട്ടിക്കുലർ ആംഗിളിൽ റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് റിഫ്ലക്റ്റ് ചെയ്ത് വരുന്ന ഒരു പെർട്ടിക്കുലർ ആംഗിളിൽ റിഫ്ലക്റ്റ് ചെയ്ത് വരുന്ന റേ, ഇതിപ്പം അൺപോളറൈസ്ഡ് ലൈറ്റ് ആണ്. ഒരു പെർട്ടിക്കുലർ ആംഗിളിൽ വന്ന് റിഫ്ലക്റ്റ് ചെയ്ത് വരുന്ന റേ വന്നിട്ട് പോളറൈസ്ഡ് ലൈറ്റ് ആകും. അങ്ങനത്തെ എക്സ്പീരിയൻസ് ചെയ്ത് ഒരു പെർട്ടിക്കുലർ ആംഗിളിൽ, അപ്പോൾ അങ്ങനെയുള്ള ആംഗിളാണ് പോളറൈസിങ് ആംഗിൾ എന്ന് പറയും. ഒരു ലൈറ്റ് വരും, ഒരു പെർട്ടിക്കുലർ ആംഗിളിൽ റിഫ്ലക്റ്റ് ചെയ്യുന്ന ആംഗിൾ, പിന്നെ ഇത് പോളറൈസ്ഡ് ആയിട്ടുണ്ടാവും ലൈറ്റ്. ബാക്കിയെല്ലാം ഒരു പെർട്ടിക്കുലർ ആംഗിളിൽ വന്ന് വീഴുന്നത് മാത്രം പോളറൈസ്ഡ് ലൈറ്റ് ആകും, ബാക്കിയൊക്കെ അൺപോളറൈസ്ഡ് ലൈറ്റ്. അങ്ങനെയുള്ള ആംഗിളിനെയാണ് പോളറൈസിങ് ആംഗിൾ എന്ന് പറയുന്നത്. ബ്രൂസ്റ്റേഴ്സ് ലോ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ tan of the polarizing angle gives the refractive index of the material. അതാണ് tan θ b = ഈ mu എന്ന് പറയുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ മെറ്റീരിയൽ. അതായത് ഒരു പോളറൈസിങ് ആംഗിൾ, tan ഓഫ് പോളറൈസിങ് ആംഗിൾ, tan അതാണ് നമ്മൾ പറയുന്നത്. ഇത് 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്, ഇപ്പം ചോദിക്കാറുണ്ട്. ഇത് +2 പഠിച്ചിട്ടുണ്ടോയെന്ന് എനിക്ക് സംശയമുണ്ട്. ദ ടാൻജൻറ്റ് ഓഫ് ദ പോളറൈസിങ് ആംഗിൾ അറ്റ് വിച്ച് ദ പോളറൈസേഷൻ ടേക്സ് പ്ലേസ്, അതാണ് പോളറൈസിങ് ആംഗിൾ. ടാൻജൻറ്റ് at which the polarization is obtained is equal to the refractive index of the medium.
is equal to the refractive index of the medium. അപ്പോൾ mu is ഇതെന്ന് പറയുന്നത് refractive index of the medium. Refractive index of the medium is equal to tan of the angle at which the polarization is obtained. Tan of the polarization angle. അതാണ് ബ്രൂസ്റ്റേഴ്സ് ലോ. അപ്പോൾ അത് 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്, അതിന് മേലെ അത് ചോദിക്കാനില്ല. പിന്നെ ഒരു പ്രോബ്ലം ഈ കേസ് വെച്ചിട്ട് ഒരു പ്രോബ്ലം ചോദിക്കാനേ ഉള്ളൂ. അപ്പോൾ ഇത് പോളറൈസിങ് ആംഗിൾ, ഇത് ടാൻ, ഇത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ മീഡിയം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ വേറെ പോവാണ്, നമ്മൾ വീഡിയോ കുറയ്ക്കണമല്ലോ. പിന്നെ വരുന്നത് നമ്മൾ 2 മാർക്ക് 4 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് ഡബിൾ റിഫ്രാക്ഷൻ എന്ന കേസിൽ. സാധാരണ കേസിൽ ഇതൊരു പ്രത്യേക പുതിയൊരു കൺസെപ്റ്റാണ്, നമ്മൾ +2 പഠിച്ചിട്ടുണ്ടാകും. സാധാരണ കേസിൽ എന്താ, ഒരു ലൈറ്റിങ് വരും, ഒരു മെറ്റീരിയലിൽ ഇപ്പോൾ ഒരു മെറ്റീരിയൽ ഇതുണ്ട്, ഒരു മെറ്റീരിയൽ വരുമ്പോൾ നേരെ പോകേണ്ടത് കുറച്ച് റിഫ്രാക്ഷൻ സംഭവിക്കും അല്ലേ, നേരെ പോകില്ല, കുറച്ച് വളഞ്ഞു വരും, ബെൻഡിങ് ഓഫ് ലൈറ്റ്, അതാണ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഇത് ഒരൊറ്റ റേ ആണ്, ഇതിപ്പോൾ ഒരു റേ, ഇത് റിഫ്രാക്റ്റഡ് റേ, ഇത് ഇൻസിഡൻറ്റ് റേ, ഇത് റിഫ്രാക്റ്റഡ് റേ. ഇവിടെ നോക്ക്, ഈ ഡബിൾ റിഫ്രാക്ഷൻ എന്ന കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻസിഡൻറ്റ് റേ വരുമ്പോൾ 2 റിഫ്രാക്റ്റഡ് റേ വരും. ഒരു ഇൻസിഡൻറ്റ് റേ ഉള്ളൂ, പക്ഷേ 2 റിഫ്രാക്റ്റഡ് റേ. ഇതൊരു പുതിയ കൺസെപ്റ്റാണ്. അതാണ് അതിൽ ഒരെണ്ണം ഇതാണ് 2. ഇതിപ്പോൾ ഒരു ഇൻസിഡൻറ്റ് റേ, 2 റിഫ്രാക്റ്റഡ് റേ, ഇതിനാണ് ഡബിൾ റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഇതിന് വേറെ പേരുണ്ട്, ബയർഫ്രഞ്ചൻസ് എന്ന് പറയും. ചില ടെക്സ്റ്റിലൊക്കെ കാണില്ല. അപ്പോൾ ഇതിൽ ഒരു റേ, ഇതാണ് ഓ റേ എന്ന് പറയും. ഇവിടെ ഞാൻ വരച്ചിട്ടുണ്ട്, ഇതുണ്ടോ അൺപോളറൈസ് ലൈറ്റ്. അൺപോളറൈസ് ലൈറ്റ് ഒരു കാൽസൈറ്റ് ക്രിസ്റ്റൽസിലൂടെ പോകുമ്പോൾ ഇത് ഇൻസിഡൻറ്റ് റേ ആണ്, ഇത് റിഫ്രാക്റ്റഡ് റേ, 2 റിഫ്രാക്റ്റഡ് റേ. ഒരു റിഫ്രാക്റ്റർ, ഇത് കാൽസൈറ്റ് ക്രിസ്റ്റൽ പോകുമ്പോൾ ഒരു റിഫ്രാക്റ്റഡ് റേ. ഇത് നോക്ക്, കിട്ടണ എന്താ, ഇതും പോളറൈസ്ഡ് ലൈറ്റാണ്, ഇതും പോളറൈസ്ഡ് ലൈറ്റാണ്, 2 പ്ലെയിനിലാണെന്നുള്ളൂ. ഇത് അൺപോളറൈസ്ഡ് ലൈറ്റാണ്. ഇവിടെ നമുക്ക് കിട്ടിയത് 2 പോളറൈസ്ഡ് ലൈറ്റാണ്. അപ്പോൾ ഇങ്ങനെ 2 റിഫ്രാക്ഷൻ നടക്കണം. ഒന്ന് ഓർഡിനറി റേ എന്ന് പറയും, ഒരു റേ എന്ന് പറഞ്ഞാൽ ഓർഡിനറി റേ, ഒന്ന് എക്സ്ട്രാ ഓർഡിനറി റേ. അപ്പോൾ ഇവിടെ 2 ടൈപ്പ്, 2 റിഫ്രാക്ഷൻ, 2 റിഫ്രാക്റ്റഡ് റേ ഉണ്ട്. ഒന്ന് ഓർഡിനറി റിഫ്രാക്റ്റഡ് റേ, ഒന്ന് എക്സ്ട്രാ ഓർഡിനറി റിഫ്രാക്റ്റഡ് റേ. പിന്നെ ഇതിൽ പോയിന്റ് നമ്മൾ ശ്രദ്ധിക്കുന്നത്, അൺപോളറൈസ്ഡ് ലൈറ്റ് ഈ 2 ഈ റേ ആയാലും ഓ റേ ആയാലും നമുക്ക് കിട്ടുന്നത് എന്താണ്, പോളറൈസ്ഡ് ലൈറ്റാണ്. അൺപോളറൈസ്ഡ് കിട്ടുന്നു, ഡബിൾ റിഫ്രാക്ഷൻ നടക്കുന്നു, ഈ 2 റേയും പോളറൈസ്ഡ്. അപ്പോൾ സാധാരണഗതിയിൽ കാൽസൈറ്റ് ക്രിസ്റ്റലിൽ കൂടെ പോകുമ്പോഴാണ് ഇങ്ങനെ ഡബിൾ റിഫ്രാക്ഷൻ നടക്കുന്നത്. പിന്നെ ഈ ഓറേന് ഈ റേൻ്റെക്ക് പ്രോപ്പർട്ടീസ് കുറച്ച് വ്യത്യാസമുണ്ട്. 2ഉം നമുക്ക് പോളറൈസ്ഡ് ലൈറ്റാണ് കിട്ടുന്നത് കണ്ടിട്ട് കാര്യമില്ല, ചെറിയൊരു വ്യത്യാസമുണ്ട്. ഉദാഹരണത്തിന് ഓറേ ഒബേസ് ദ ലോസ് ഓഫ് റിഫ്രാക്ഷൻ, പക്ഷേ ഈ റേ ഡസ് നോട്ട് ഒബേ ദ ലോസ് ഓഫ് റിഫ്രാക്ഷൻ. അപ്പോൾ ഓറേ എന്ന് പറയുന്നത് ഓർഡിനറി ആണ്, അപ്പോൾ ഇത് ഒബേ ലോസ് ഓഫ് റിഫ്രാക്ഷൻ ആണ്. ഇത് ഈ റേ ഡസ് നോട്ട് ഫോളോ ദ ലോസ് ഓഫ് റിഫ്രാക്ഷൻ. 2ഉം പ്ലെയിൻ പോളറൈസ്ഡ് ആണ്, അതിന് വ്യത്യാസമൊന്നുമില്ല, 2ഉം പ്ലെയിൻ പോളറൈസ്ഡ് ആണ്. പിന്നെ ഓറേ ട്രാവൽസ് ഇൻ സെയിം സ്പീഡ് ഇൻ ഓൾ ഡയറക്ഷൻ ഇൻ ദ ക്രിസ്റ്റൽ. ഇത് എല്ലാ സ്ഥലത്തും ഒരേ സ്പീഡാണ്, പക്ഷേ ഈ റേയുടെ സ്പീഡ് വ്യത്യാസമുണ്ട്, വേരിയിങ് സ്പീഡാണ്. അതാണ് പറയുന്നത്, ഈ റേ ട്രാവൽസ് വിത്ത് ഡിഫറെൻറ്റ് സ്പീഡ് അലോങ് ദ ഇൻ ദ ക്രിസ്റ്റൽ. അതായത് ഈ ഓറേ എല്ലാം ഒരേ സ്പീഡിലാണ് പോകുന്നത്, പക്ഷേ ഈ റേ സ്പീഡ് വ്യത്യാസമുണ്ട് ഇൻ ദ ക്രിസ്റ്റൽ. അതാണ് അത് ദ റിഫ്രാക്റ്റീവ്നെസ് ഓഫ്. അതുകൊണ്ട് ഈ സ്പീഡ് വേരിയേഷൻ കൊണ്ട് ഓറേ എല്ലാ സ്ഥലത്തും ഒരേ സ്പീഡിലാണ്, ഈ റേ വ്യത്യാസമുണ്ട്, സ്പീഡ് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഫോർ ഈ റേ വേരീസ് ഫ്രം ഡയറക്ഷൻ ടു ഡയറക്ഷൻ. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, ഓറേൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എല്ലാ സ്ഥലത്തും സെയിം ആയിരിക്കും, പക്ഷേ ഈ റേൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വേരീസ് ഫ്രം ഡയറക്ഷൻ ടു ഡയറക്ഷൻ. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഇതിന് ഒരേ സ്ഥലത്താണ് ഒരേപോലെ സ്പീഡ്, ഇതിന് സ്പീഡ് വേരിയേഷൻ ഉണ്ട് ക്രിസ്റ്റലിൽ. അതുകൊണ്ട് ഇതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എല്ലാ സ്ഥലത്തും സെയിം ആയിരിക്കും. ഈ റേൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വേരീസ് ഫ്രം ഡയറക്ഷൻ ടു ഡയറക്ഷൻ വിത്തിൻ ദ ക്രിസ്റ്റൽ. അപ്പോൾ ഈ റേൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വേരിയിങ് ആണ്, ഓറേൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വേരിയിങ് അല്ല. അടുത്ത് നമ്മൾ വേദന അടുത്തതിലേക്ക് എടുക്കണം ഇതിന് ബന്ധപ്പെട്ട്. അതായത് ഇതിപ്പോൾ 2 റേ നടക്കുന്നുണ്ടല്ലോ, ഡബിൾ റിഫ്രാക്ഷൻ, ഈ റേ ഓ റേ. അതുകൊണ്ട് 2 ടൈപ്പ് ഓഫ് ക്രിസ്റ്റൽസ് ഉണ്ടാവുകയാണ്. ഒന്ന് പോസിറ്റീവ് ക്രിസ്റ്റൽസും, ഒന്ന് നെഗറ്റീവ് ക്രിസ്റ്റൽസും. അതാണ് ഞാൻ വരച്ചുള്ളത്. പോസിറ്റീവ് ക്രിസ്റ്റൽസ് എന്ന് പറയുന്നത് നോക്ക്, ഇത് ഒപ്റ്റിക് ആക്സിസ്, ഇത് നമ്മൾ സിംബോളിക്കലായിട്ട് ഒപ്റ്റിക് ആക്സിസ്. ഇത് ഈ സർക്കുലർ, ഇതൊരു സർക്കുലർ ഇതിൽ അത് ഓറേ കൊണ്ടിട്ടുള്ള വേവ് സർഫസ് ആണ് ഈ സർക്കുലർ ഡയഗ്രാം. ഓറേ ഇതാണ് ഓറേ, വേവ് സർഫസ് ഡ്യൂ ടു ദ ഓറേ. അതാണ് ഈ എലിപ്റ്റിക്കൽ ഇതുണ്ടെങ്കിൽ ഒരു ചെറിയൊരു എലിപ്റ്റിക്കൽ, അത് that is due to the E ray, that is wave surface due to the E ray.
അപ്പോൾ ഈ പോസിറ്റീവിൻ്റെ കേസ് ഇത് പോസിറ്റീവാണ്, അവിടെ ആരോ മാർക്ക് ഉണ്ട്. പോസിറ്റീവ് ഇതിൻ്റെ കേസിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇൻ പോസിറ്റീവ് ക്രിസ്റ്റൽസ്, അപ്പോൾ ഈ പോസിറ്റീവ് ക്രിസ്റ്റൽസിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ദ എക്സ്ട്രാ ഓർഡിനറി വേവ് ഫ്രണ്ട്, ഇതാണ് എക്സ്ട്രാ ഓർഡിനറി വേവ് ഫ്രണ്ട്. ദിസ് എക്സ്ട്രാ ഓർഡിനറി വേവ് ഫ്രണ്ട് ലൈസ് വിത്തിൻ ദ ഓർഡിനറി വേവ് ഫ്രണ്ട്. അതാണ് ദ എക്സ്ട്രാ ഓർഡിനറി വേവ് ഫ്രണ്ട് ലൈസ് വിത്തിൻ ദ ഓർഡിനറി വേവ് ഫ്രണ്ട്. അങ്ങനെയുള്ള ക്രിസ്റ്റൽസിനെ ഉണ്ടോ, ഇത് എക്സ്ട്രാ ഓർഡിനറി വേവ് ഫ്രണ്ട് ആണ്, ഇത് എക്സ്ട്രാ ഓർഡിനറി വേവിൻ്റെ ഒരു ഫ്രണ്ട്, അത് വിത്തിൻ ദ ഓർഡിനറി വേവ് ഫ്രണ്ട്. ഇവിടെ കേസിൽ നേരെ തിരിച്ചായിരിക്കും. ഈ നെഗറ്റീവ് ക്രിസ്റ്റൽസിൽ നേരെ തിരിച്ച് ദ ഓർഡിനറി വേവ് ഫ്രണ്ട്, ഇതുണ്ടോ സർക്കുലർ, ഇതുണ്ട്, ഇത് സർക്കിളാണ്. ദ ഓർഡിനറി വേവ് ഫ്രണ്ട് ലൈസ് വിത്തിൻ ദ എക്സ്ട്രാ ഓർഡിനറി വേവ് ഫ്രണ്ട്. എക്സ്ട്രാ ഓർഡിനറി വേവ് ഫ്രണ്ട് ആണ് ഇത്, കണ്ടോ ഞാൻ അവിടെ മാർക്ക് ചെയ്തിട്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ വ്യത്യാസം. അപ്പോൾ ഇതാണ് വ്യത്യാസം. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തന്നെ ഈ പോസിറ്റീവ് ക്രിസ്റ്റൽസിൽ ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എക്സ്ട്രാ ഓർഡിനറി റേ ഈസ് ഗ്രേറ്റർ ദാൻ ദ ഓറേ. അപ്പോൾ ഇവിടെ ഈ പോസിറ്റീവ് റേയിൽ, പോസിറ്റീവ് ക്രിസ്റ്റൽസിൽ the refractive index of the extraordinary ray will be greater than that of O ray. ഇവിടെ നെഗറ്റീവില് the refractive index corresponds to E ray is less than that corresponding to O ray. അതാണ് വ്യത്യാസം. ആ രണ്ട് വ്യത്യാസമാണല്ലോ. ഇതൊന്ന് ശ്രദ്ധിക്കുക. ഈ രണ്ട് റേ കാരണമാണ് ഈ രണ്ട് ക്രിസ്റ്റൽസ് ഉണ്ടാവുന്നത്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്രിസ്റ്റൽസ് ഉണ്ടാവുന്നത്.